നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ള എല്ലാ ഐറ്റംസും ഓരോ പ്ലേറ്റ് വെച്ച് ഓർഡർ ചെയ്തു. ചിക്കനും ഷവായും അൽഫാമും പൊറോട്ടയും ഇടിയപ്പവും കുബൂസും ബിരിയാണി, അച്ചാർ, സലാഡ്, പപ്പടം, മുട്ട, ഉള്ളി, ക്യാരറ്റും മയണൈസ്, അങ്ങനെ എല്ലാം അങ്ങ് ഓർഡർ ചെയ്തു. വെള്ളം വീട്ടും തീരുന്നില്ല. അവർ കഴിക്കാൻ വേണ്ടിയിട്ട് മാക്കിനെ വീണ്ടും സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്നു. പിന്നെ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അടിയാണ് നടക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ചെസ്റ്റ് പീസിനുള്ള അടിയാണ് കേട്ടോ. ആകെപ്പാടെ 2 ചെസ്റ്റ് പീസുണ്ട്, 6 പേരുമുണ്ട്. അപ്പോൾ അടിക്ക് തൊട്ട് മുമ്പുള്ള വിഷ്വൽസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ അൽഫാമിൻ്റെയും ഷവായുടെ ഒക്കെ അവസ്ഥ എന്തിനാവോ എന്തോ. പിന്നെ അടിയുണ്ടാക്കിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആദ്യം അടിയുണ്ടാക്കിയത് ഞാനായിരുന്നു. എല്ലാരും കൂട്ടത്തിരിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് എല്ലാ കൂട്ടത്തിലും കാണുമ്പോ പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ പയ്യൻ കേട്ടോ ഫുഡ് റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. വാട നാച്ചുറൽ ആക്ടി, ഒരു രക്ഷയില്ല. ഇവനാണെങ്കിൽ മയണസ് മാത്രം മതി, നാക്കി ഇളച്ചല്ലേ എടുക്കുന്നത്. ചെസ്റ്റ് പീസ് കിട്ടാത്തതുകൊണ്ട് കിട്ടിയ ലെഗ് പീസ് എടുത്ത മയണൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കി ഒരു കടി. അങ്ങനെ കടിച്ചു കൊതി തീരാത്തതുകൊണ്ട് വീണ്ടും ഒരു കടിയും കൂടെ കൊടുത്തു. എന്തുവാടെ ഇത് തൂങ്ങി കിടക്കണേ. പിന്നീട് ഞാൻ കഴിച്ചത് ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി ഇവിടെ അതാ കണ്ടോ, പൊരിച്ച മുട്ടയാണ് കേട്ടോ. സാധാരണ പുഴുങ്ങിയ മുട്ടയാണ് കിട്ടുന്നത്, പക്ഷേ ഇവിടെ പുഴുങ്ങിയ മുട്ട തീർന്നത് കൊണ്ട് അവർ പൊരിച്ച മുട്ട തന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്തായാലും ഞാൻ പൊരിച്ച മുട്ടയും ചിക്കൻ്റെ പീസും വെച്ച് ആ ബിരിയാണി കഴിച്ചു നോക്കി. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതെനിക്ക് അടിവെച്ചപ്പം കിട്ടിയ ലെഗ് പീസാണ്. പിന്നെ ബിരിയാണിയോട് കൂടി കിട്ടിയ ചിക്കൻ പീസ്, മുട്ടയുണ്ട്. ഇതെനിക്ക് അടിവെച്ചപ്പോൾ കിട്ടിയ ചെസ്റ്റ് പീസിൻ്റെ പകുതിയാണ്. വേറെ ചെസ്റ്റ് പീസ് ഒരു തെണ്ടി എടുത്തുകൊണ്ട് പോയി, അവനെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതായിരുന്നു കഴിക്കുന്നു എൻ്റെ ചെസ്റ്റ് പീസും എടുത്തുകൊണ്ട് പോയത്. ഉളുപ്പുണ്ടാടാ നിനക്ക് കഴിക്കുക, എൻ്റെ ചെസ്റ്റ് പീസ് താടാ. ഈ ഇരിക്കുന്നത് നമ്മുടെ മിസ്റ്റർ പോനിക്കര. പുള്ളിക്കാരൻ പ്രോട്ടീൻ ഫുഡ് മാത്രം തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരാളാണ്. ഇതായിരിക്കുന്നവൻ ഫുഡ് കണ്ടാൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും അവ അറിയത്തില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. വീണ്ടും നിങ്ങളോ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് യുദ്ധഭൂമിയായിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഇത് നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. കഴിച്ചു കഴിഞ്ഞു, വയറ് നിറഞ്ഞു, പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. എന്താണെന്തോ. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എന്താണെന്ന് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കട മനസ്സിലാക്കി കമന്റ് ഇടുന്ന കറക്റ്റ് സ്പോട്ട് ഏതാണെന്ന് കമന്റ് ഇടുന്ന 5 പേർക്ക് ഞങ്ങൾ ബിരിയാണി വെച്ച് ഈ കട കണ്ടില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ടിങ് ടിങ് അടിക്കുക.